ക്യാൻസറിനെ പറ്റി സംസാരിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ക്യാൻസർ വരാതെ ജീവിക്കാൻ വല്ല മാർഗമുണ്ടോ എന്നുള്ള ആ സംശയമാണ് കൂടുതൽ പേരും ചോദിച്ചിട്ടുള്ളത്. വളരെ രസകരമായ ഒരു കാര്യം പറയട്ടെ. ഈ ക്യാൻസർ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, പ്രായം വരുന്നതിന് മുമ്പേ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകേണ്ടി വരും. അപ്പം അത് നമുക്ക് സാധ്യമല്ല. നമ്മൾ പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ പല ശാസ്ത്രത്തിൻ്റെ മുന്നേറ്റങ്ങൾ കാരണം നമുക്ക് നമ്മുടെ പ്രായം 45 വയസ്സിൽ മരിച്ചു പോകുന്ന ഒരു പ്രായപരിധിയിൽ നിന്നും മാറിയിട്ട് 85 വയസ്സ് വരെ ഇന്ന് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ക്യാൻസർ വരാതിരിക്കുക എന്നുള്ളത്, ജീവിതകാലത്തിൽ ക്യാൻസർ വരാതിരിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത് എന്നിരുന്നാലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് വരുന്നത് ലേറ്റ് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പരിധി വരെ തടയാൻ സാധിക്കും. അപ്പോൾ അതിലൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ദുശീലങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. പുകയിലയുടെ ഉപയോഗം ഒഴിവാക്കുക. നമ്മൾ പുകയില ഉപയോഗിക്കുന്നവർ വളരെ കുറവാണ്. പക്ഷേ എന്നാലും ഈ സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് പോലും നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു മാർഗം. രണ്ടാമത്തെ മാർഗം, നമ്മുടെ ഒരു ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ കഴിയുന്നത്ര നമ്മളത് മിതപ്പെടുത്തുകയോ അല്ലെങ്കിൽ അത് ഒഴിവാക്കുകയോ ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ശരീരത്തിന് ആവശ്യമായ വ്യായാമം നമ്മൾ കറക്റ്റായിട്ട് നമ്മളത് ചെയ്യുക. വ്യായാമം നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമാണ്. അത് ഒരു ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും നമ്മൾ വ്യായാമം ചെയ്യുകയും ശരീരത്തിന് ശ്രദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസറിനെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. പ്രധാനപ്പെട്ട പല ക്യാൻസറുകളുടെയും അത് എങ്ങനെ ഉണ്ടായി എന്നുള്ള അന്വേഷണം പലപ്പോഴും നമ്മൾ എത്തിച്ചേരുന്നത് വലിയ മാനസിക സംഘർഷം ഒരു പീരീഡിൽ അനുഭവിച്ചവർക്കാണ് അത് കണ്ടുവരാറുള്ളത്. മറ്റുള്ള ഘടകങ്ങളുടെ ഒപ്പം തന്നെ മാനസിക സംഘർഷങ്ങളും ഇതിന് ക്യാൻസറിന് കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പം മാനസിക സംഘർഷം നമ്മൾ കഴിയുന്നത്ര ലഘൂകരിക്കുക. നമ്മൾ തൊട്ടതിനും പിടിച്ചതിനും ടെൻഷൻ അടിക്കാതിരിക്കുക. പല കാര്യങ്ങളും നമ്മുടെ കയ്യിലല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുവഴി നമ്മുടെ ടെൻഷൻ നമ്മൾ കുറയ്ക്കുക. മറ്റൊരു കാര്യം, കൃത്യമായ പരിശോധനകളിലൂടെ നമുക്ക് ക്യാൻസറിനെ നമുക്ക് നേരത്തെ കണ്ടെത്താം. ക്യാൻസറിൽ നിന്ന് അങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ വളരെ ലഘുവായ ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് ശരിയാവും. പക്ഷേ ഈ സ്ക്രീനിങ് ടെസ്റ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ ശരീരത്തെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങും ഈ സ്ക്രീനിങ് ടെസ്റ്റ് വളരെ റെഗുലറായിട്ട് ചെയ്യുക എന്നാൽ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മെച്ചം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല ഒരു കൃത്യമായ ഭക്ഷണ മുറ നമ്മൾ പാലിക്കുക. അത് പ്രധാനമായും സസ്യാഹാരത്തിൽ ഊന്നിക്കൊണ്ട്, മാംസാഹാരം കുറച്ചുകൊണ്ട്, കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ തികച്ചും ഒഴിവാക്കിക്കൊണ്ട് ഉള്ള ഒരു ഭക്ഷണ രീതി ഫോളോ ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പരിധി വരെ ക്യാൻസറിനെ തടയാൻ സാധിക്കും.